ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം. 10,000-കണക്കിന് പേരാണ് ഞായറാഴ്ച ടെൽ അവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ നടന്ന പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തത്. പ്രതിഷേധങ്ങളെ വിമർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരം പ്രക്ഷോഭങ്ങൾ ഹമാസിന്റെ നിലപാട് കൂടുതൽ കടുപ്പിക്കുമെന്നും ബന്ദികളെ മോചനം മന്ദഗതിയിലാക്കുമെന്നും പറഞ്ഞു. ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളും യുദ്ധം വ്യാപിക്കുന്നതിനെ എതിർക്കുന്നവരും രാജ്യത്ത് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ ഗാസ നഗരത്തിലെ തെക്കൻ സെയ്തൂൺ പരിസരത്ത് നിന്ന് ആയിരക്കണക്കിന് പേരാണ് പലായനം ചെയ്തതെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഗാസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിൽ നിന്ന് 10 ലക്ഷം ആളുകളെ ബലമായി തെക്കൻ പ്രദേശങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റാനാണ് ഇസ്രായേലിന്റെ നീക്കം. എന്നാൽ തങ്ങളുടെ സൈന്യം ഗാസ സിറ്റിയിൽ എപ്പോൾ പ്രവേശിക്കുമെന്ന് ഇസ്രായേൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് ഗാസയിൽ കുറഞ്ഞത് 1.9 ദശലക്ഷം ആളുകൾ ഇതിനോടകം പലായനം ചെയ്തിട്ടുണ്ട്. അതേസമയം വടക്കൻ ഗാസ പിടിക്കാനുള്ള പുതിയ ആക്രമണ പദ്ധതിക്ക് തുടക്കമിടുന്ന ഇസ്രായേൽ സൈന്യം ജനങ്ങളെ തെക്കൻ മേഖലകളിലേക്ക് മാറ്റാൻ തുടങ്ങി. സുരക്ഷ ഉറപ്പാക്കാനെന്ന് പറഞ്ഞാണ് പലസ്തീൻകാരെ ഒഴിപ്പിക്കുന്നത്. തെക്കൻ ഗാസയിൽ ടെന്റുകളും മറ്റ് സഹായങ്ങളും ഒരുക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. വടക്കുള്ള ഗാസ സിറ്റിയിൽ ആക്രമണം രൂക്ഷമായി. ഹമാസിന്റെ ആയുധങ്ങളും തുരങ്കങ്ങളും തകർക്കാനാണ് നീക്കമെന്നാണ് സൈന്യം പറയുന്നത്. ഇതിനിടെ ഗാസയിൽ നിന്ന് ചികിത്സയ്ക്കായി ഇറ്റലിയിലേക്ക് കൊണ്ടുപോയ യുവതി ആശുപത്രിയിൽ മരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇറ്റലിയിലെ ആശുപത്രിയിൽ ചികിത്സ നൽകിയിട്ടും സ്ഥിതി മോശമായ മാര അബു സുഹറിയാണ് മരിച്ചത്.